ഞാൻ ഏഴയ്ക്കു നീ എഴിയ നന്മകൾ നന്ദിയുള്ള ഉള്ളമോടെ നാളെല്ലാം കീർത്തിച്ചിടും ഞാൻ പാടിയിടുന്നേ ഹല്ലേലൂയ വാഴ്ത്തിയിടുന്നേ വന്ദിക്കുന്നേ വല്ലഭാനിൻ തൃപ്പാദത്തിൽ വീണു ഞാൻ കുമ്പിടുന്നേ വല്ലഭാനിൻ തൃപ്പാദത്തിൽ വീണു ഞാൻ കുമ്പിടുന്നേ. പുറപ്പാട് 33-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം മോശെ പറഞ്ഞ ഒരു കാര്യമാണ് ദൈവത്തോട്. എന്താണ്? ആകയാൽ എന്നോട് കൃപ ഉണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ കാണിച്ചു തരണം, ഇല്ല എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപ ഉണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, മോശെ ആടുകളുടെ പുറകെ ആയിരുന്ന മോശെ ഇത് ചെയ്ത് ദൈവം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? ഒരു മുൾപടർപ്പിൽ, ചെടിയുടെ മുൾപടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് ദൈവം അവനെ വിളിച്ച്, നമുക്ക് എല്ലാം നന്നായിട്ട് അറിയാം. അതിനുശേഷം 10 കൽപ്പനകൾ അല്ലെങ്കിൽ ഇത് ചെയ്ത് ദൈവം മോശയെ സീനായ് പർവ്വതത്തിൽ വിളിച്ച് ദൈവ സാന്നിധ്യത്തിൽ ഏകദേശം 10 കൽപ്പനകൾ, ഒരു ദിവസമല്ല 40 ദിവസം അവൻ ദൈവസന്നിധിയിൽ ആയിരുന്ന് 10 കൽപ്പനകളായിട്ട് അവൻ ഇറങ്ങിയ സമയം. ഞാൻ ചോദിക്കുക, ഇത്രയും ദൈവ സാന്നിധ്യം അനുഭവിച്ച ഒരു മോശെ ദൈവത്തോട് അടുത്ത് പറഞ്ഞ കാര്യം, കർത്താവേ നിനക്ക് എന്നോട് കൃപ ഉണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. രണ്ടാമത്തെ കാര്യം ദൈവത്തോട് ചോദിക്കുന്നത്, നിനക്ക് എന്നോട് കൃപ ഉണ്ടാക്കാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഇത്രയും ദൈവ സാന്നിധ്യം അനുഭവിച്ച ഒരു മോശെ ദൈവത്തോട് ചോദിക്കുന്നത്, കർത്താവേ ഞാൻ ഇന്നും അധികമായി നിന്നെ അറിയണം. നമുക്ക് ദൈവത്തെ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്? നമുക്ക് ദൈവത്തിന്റെ വഴി അറിയാമോ? ഇതിന്റെ മോശയെക്കാട്ടിലും നമ്മള് അത്രയ്ക്കും ദൈവ സാന്നിധ്യം അനുഭവിക്കാത്ത വ്യക്തികളാണ്, അല്ലേ? നമ്മൾ എന്തുകൊണ്ട് പറയുന്നുണ്ട് ദൈവം എന്നോട് കൂടെ ഉണ്ട്? എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? നമ്മുടെ ദൈവമുണ്ട്. സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും ദൈവമുണ്ട്. വചനം പറഞ്ഞ അവൻ ഇന്നലെയും ഇന്നും ഇന്നും മാറാത്തവൻ. ഓക്കെ, നാം എന്ന് വിശ്വസിച്ചോ അന്നു മുതൽ ദൈവം നമ്മളുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വേണം. പക്ഷെ നമ്മൾ ഈ വർഷം ആദ്യത്തെ ഞായറാഴ്ച നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവമേ ഈ വർഷം മുഴുവൻ അല്ല, ഒവ്വൊരു നാളും കർത്താവെ അങ്ങയുടെ വഴി ഞാൻ അറിയണം, ദൈവത്തിന്റെ വഴി ഞാൻ അറിയണം. അത് മാത്രമല്ല, ഞാൻ ഇന്നും ദൈവത്തെ അടുത്ത് അറിയണം. നാം ദൈവത്തെ അടുത്ത് അറിയണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നാം ദൈവത്തിന്റെ വഴി അറിയണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ലിജിയൊക്കെ എവിടെ ജോലി ചെയ്യുന്നത്? വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോലി മുഖാന്തരം അവരെന്ത് ചെയ്ത് തൻ്റെ സ്വന്തം ദേശത്തെ വിട്ട് തൻ്റെ കുടുംബത്തെ വിട്ട് അവരെന്ത് ചെയ്ത് ഇവിടെ നിന്ന് അവർക്കൊരു വിസ കിട്ടി. വിസ മുഖാന്തരം അവരെന്ത് ചെയ്ത് ടിക്കറ്റ് എടുത്ത് അവർ യാത്ര ചെയ്ത് പോകുന്നതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിങ്ങനെ ചെയ്യാം. ഇതേ വിസ കിട്ടി, ടിക്കറ്റ് എടുത്ത് കടന്നു പോയിരിക്കുന്നതാവും ഉപയോഗം ഇല്ല. എന്തുകൊണ്ട് ഉപയോഗമില്ല? കടന്നു പോകാതെ കൊണ്ട്. കർത്താവ് നമുക്കൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്ത്? എന്താണ്? ദൈവത്തോടുള്ള വാസം അല്ലെങ്കിൽ നിത്യജീവൻ നമുക്ക് കർത്താവ് വാക്കുറിച്ച്. ആ നിത്യജീവൻ എന്ന് പറയുന്നത് എന്താണ്? ഏക സത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ് നിത്യജീവൻ നമുക്ക് ഉറപ്പാണ്. പക്ഷേ ആ ദൈവത്തോടു കൂടെ നാം നടന്നില്ലെങ്കിൽ, ആ ദൈവത്തോട് നമ്മൾ യാത്ര ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ എത്തുവാൻ കഴിയുമോ? ഇപ്പൊ കർത്താവ് എന്നെ കരം പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പോണ്. ഞാൻ പറഞ്ഞു, കർത്താവ് ആ വഴിയല്ലേ, എന്റെ വഴിയിലോട്ട് വാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? കർത്താവ് പറയുന്നത്, നീ ആ വഴി പാപത്തിന്റെ വഴിയാണ്, നീ അങ്ങോട്ട് പോവണ. കർത്താവ് നമ്മൾ കരം പിടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ പറയുന്നത് ഈ വഴിയല്ല, ഇന്ന വഴി വന്നാൽ മതി.
എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എന്താണ്? കർത്താവിന്റെ വഴിക്ക് പോകും, നമ്മൾ വിട്ടേച്ച് പോകും, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ പറയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ കർത്താവ് ജെന്റിൽമാൻ ആണ്. കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ വിട്ടേക്കും. നമ്മൾ പോയി കറങ്ങി അടിച്ച് പാപത്തിൽ വീഴുന്ന്, പിന്നെ മാനസാന്തരപ്പെട്ടാൽ മാത്രമേ ദൈവം നമ്മുടെ കരം പിടിക്കും. പക്ഷേ നമ്മൾ കറങ്ങിയടിക്കുന്ന വർഷങ്ങൾ, നമ്മൾ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ എല്ലാം നാം സ്വയമേ കഷ്ടപ്പെടണം. നാം ദൈവത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മോശെ പറയുന്നത്, എനിക്ക് കർത്താവെ അങ്ങനെ വഴി എന്നെ അറിയിച്ചു തരണം, നിന്റെ വഴി എനിക്ക് കാണിക്കണം. പിന്നെ അടുത്തത്, എനിക്ക് നിന്നെ അറിയണം. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച മോശെ ദൈവത്തോടെ അവൻ ഇത്രയും പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളാണ് എന്ന് മാത്രം പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ് നാം അതോടെ നിർത്തിയാൽ മതിയാ? ഇല്ല. നാം ഒவ்வொரு നാളും നാം നമ്മളെ തന്നെ കണ്ടെത്തണമെങ്കിൽ, നാം ദൈവത്തിന്റെ വഴി കണ്ടെത്തണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നാം ഒவ்வொரு നാളും ആ ദൈവത്തോട് കൂടെ നടക്കണം. ആ ദൈവത്തോട് നടക്കുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥന മാത്രം പോരാ. ദൈവത്തിന്റെ മനസ്സെല്ലാം എതിലുണ്ട്? ദൈവവചനത്തിലുണ്ട്. ദൈവത്തിന്റെ മനസ്സ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എല്ലാം എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എഴുതി വെച്ചിട്ട് നമുക്ക് ഇപ്പോഴും ദൈവത്തിന്റെ മനസ്സ് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവം എന്തുമാത്രം വേദനിക്കും. പക്ഷെ പഴയ നിയമത്തിൽ ഭക്തന്മാർ ഇതൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ അവരിത് ചെയ്ത് ദൈവത്തോടു കൂടെ നടന്ന് നീതിമാനായി ജീവിച്ച് നിഷ്കളങ്കമായി ജീവിച്ച് നാം ദൈവത്തോടെ നാം നടക്കണമെങ്കിൽ അത് വളരെ എളുപ്പം തന്നെയാണ്. പക്ഷെ തീരുമാനം എടുക്കണം. ദൈവത്തോട് സമയം സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ തിരിച്ച് ചോദിക്കും, അപ്പോൾ ആ ജോലിക്ക് പോകണ്ടേ, അധ്വാനിക്കണ്ടേ? പറയട്ടെ, നിങ്ങൾ ജോലിക്ക് പോകാം, അധ്വാനിക്കാം. ജോലി സമയത്തും നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയും. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹിക്കുന്ന ജോലിയിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ ദൈവത്തോട് നടക്കാൻ കഴിയും. ദൈവത്തിന് ഇഷ്ടമില്ലാതെ ജോലി ചെയ്തിട്ട് അതിൽ ദൈവത്തെ പ്രസാദിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ പറയട്ടെ, ദൈവം കാണത്തില്ല. അതുകൊണ്ടാണ് ദൈവമക്കൾ നാം എന്ത് ചെയ്യണം? നാം ചെയ്യുന്ന ഏത് കാര്യമായിരുന്നാലും ദൈവത്തിന്റെ അടുക്കൽ ചോദിക്കണം. ഞാനിത് ചെയ്യാൻ പോണ്, കർത്താവേ അങ്ങയുടെ ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലോട്ട് നയിക്കണമേ എന്ന് 1-2 പ്രാവശ്യം നാം കൺഫേം ചെയ്ത് നാം മുൻപോട്ട് പോകുമ്പോൾ ഞാൻ പറയട്ടെ, അതിൽ ദൈവം പ്രസാദിക്കും. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ജയമെടുക്കാൻ കഴിയും. അതിൽ നിങ്ങൾ ദൈവത്തിന്റെ അത്ഭുതങ്ങളും നന്മകളും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനം 25-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നമുക്കറിയാം, സങ്കീർത്തനം 105-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, നമ്മുടെ വഴി എങ്ങനെയാണ്? നിന്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമായിരിക്കും. ഏതാണ്? ദൈവത്തിന്റെ വചനം. ഇവിടെ വചനം എന്താ? യഹോവേ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. വചനം അതെ, അവന്റെ വചനം എന്താണ്? കാലിന്റെ ദീപവും പാതയ്ക്ക് പ്രകാശമാണ്. അപ്പോൾ നാം നടക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം എന്താണ്? ദൈവത്തിന്റെ വചനം എന്റെ വഴി നടത്തും. ഞാൻ കടന്നു പോകുമ്പോൾ നമ്മൾ പറയും, കർത്താവേ, അങ്ങക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് എന്നെ അയക്കരുത്. ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ കർത്താവ് അയക്കോ? അയക്കത്തില്ല. കർത്താവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അവൻ നമുക്ക് ഉത്തരം തരും. കർത്താവ് ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥലത്തിൽ നമ്മളോട് കടത്തി വിടത്തില്ല. ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്താണ്?
നിങ്ങൾ ചെവ്വയുള്ള വഴിയിൽ നടക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ സങ്കീർത്തനം, നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. സങ്കീർത്തനം 27-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഓക്കെ, ഇവിടെ നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. പഴയ നിമിത്തം അറിയാം, നമുക്ക് ശത്രുക്കൾ ഒത്തിരി പേരുണ്ടായിരുന്നു അല്ലെ. ദാവീദ് ചുറ്റിലും ശത്രുക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ എഴുതിയത്. പക്ഷെ നിങ്ങൾ കാണും, നമുക്ക് ശത്രു എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള വ്യക്തിയാണോ? അല്ലെ. ആരാണ് നമുക്ക് ശത്രു എന്ന് പറയുന്നത്? ആരാണ്? ബൈബിൾ പ്രകാരം നമ്മൾ പറയുന്നത് പിശാച് തന്നെയാണ്. പക്ഷേ എല്ലാം അവനല്ല, അത് നമ്മൾ ഓർക്കണം. എല്ലാം അവൻ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ജീവിതങ്ങൾ തകർക്കുവാൻ നമ്മുടെ പുറകെ അവനുണ്ട്. അവനക്ക് സമയം കിട്ടുമ്പോൾ അവൻ കയറി കളിക്കും. അതുകൊണ്ട് ലൂക്കോസിൽ വചനം പറയുന്നത്, യേശുവിന്റെ പരിശു ശേഷം അവൻ ഇത് ചെയ്ത് അല്പസമയം വിട്ടുമാറി നിന്ന്. അതിന്റെ അർത്ഥം അവൻ തിരിച്ചും വരും. അവൻ സമയത്തെ നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അർത്ഥം. പിശാചിന് ഒറ്റ ജോലിയുണ്ട്, വിശ്വാസത്തിൽ ആയിരിക്കുന്ന ദൈവമക്കളെ എങ്ങനെയും അവൻ പിന്തിരിച്ച് നരകത്തിലോട്ട് കൊണ്ടുപോകണമെന്ന് അവൻ പ്രയാസപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വഴി നാം തിരഞ്ഞു കൊടുത്താൽ അവൻ നാം എന്ത് ചെയ്യും? നമ്മുടെ ജീവിതങ്ങളെ അവൻ ആക്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം ദൈവത്തെ നാം അലോ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ഏറ്റെടുക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ പിശാചം തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ പലപ്പോഴും നാം എന്താണ് ചെയ്യുന്നത്? നമ്മൾ തന്നെ കർത്താവിന് ഇത്രയും മതിയെന്ന് നാം വിചാരിച്ച ദൈവത്തെ മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ പിശാചം കയറി കളിക്കുന്നുണ്ട്. അത് നമ്മൾ തന്നെ അവർക്ക് ഇടം കൊടുക്കുന്നത് കൊണ്ടാണ് അവൻ നമ്മുടെ ജീവിതങ്ങളെ കയറി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വചനം പറയുന്നത്, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. കർത്താവൻ ചെവ്വയുള്ള വഴി നടത്തുവാൻ അവൻ മതിയായവനാണ്. പക്ഷെ നാം എന്ത് ചെയ്യണം? നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ കരങ്ങൾ കൊടുത്താൽ പറയട്ടെ, അവൻ നമ്മളെ ചെവ്വയുള്ള വഴിയിൽ നടത്തുവാൻ മതിയായവൻ. നാം ഈ വർഷം എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവെ അങ്ങയുടെ വഴി എന്നെ കാണിക്കണം. ഒരു ഞായറാഴ്ച മാത്രമല്ല വഴി കാണിക്കേണ്ടത്, എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുമ്പോഴും ആ ജോലിയിൽ നനച്ചും വിശ്വാസത്തോടെ ചെയ്യുവാൻ, കർത്താവെ അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ അങ്ങയുടെ വഴി എന്നെ കാണിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ വഴിയൊക്കെ കർത്താവ് ജയമായി നടത്തുവാൻ മതിയായവൻ. കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. പലപ്പോഴും നമ്മളാണ് നമ്മൾ കർത്താവിന്റെ കരം നമ്മൾ വിട്ടേച്ച് നമ്മൾ സ്വയം ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കർത്താവ് നമ്മളെ കരം പിടിച്ചാൽ അവൻ വിടത്തില്ല. പക്ഷെ നാം ഇതിലും കർത്താവ് എന്റെ ചെവിയിൽ വേണ്ടി നടത്തുമെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വാസം ഏൽപ്പിച്ച് കൊടുത്താൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതങ്ങൾ ചെവ്വയുള്ള വഴിയിൽ അവൻ നമ്മളെ നടത്തി ജയമായി നടത്തുവാൻ മതിയായവൻ. നമുക്ക് വാക്യം വായിക്കാം. സങ്കീർത്തനം 86-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം. നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ ദൈവനാമത്തെ ഭയപ്പെടാൻ നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രഹമാക്കണമേ. ഞാൻ സത്യത്തിൽ നടക്കുവാൻ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. ആരാണ് സത്യം? ദൈവത്തിന്റെ വചനമാണ്. ഓക്കെ, അപ്പോൾ കർത്താവ് പറഞ്ഞ് എന്താണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നാം ദൈവത്തിന്റെ വഴിയിലാണോ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ വചനങ്ങളെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇത് എടുത്ത് വായിക്കുവാനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാനോ നമുക്ക് പലപ്പോഴും എന്തില്ല? സമയമില്ല. നാം ഇതിൽ അന്വേഷിക്കാതെ വെറും നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരുമോ? കർത്താവ് പറയും, ഞാൻ എല്ലാത്തിന്റെ ഉത്തരം ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? സത്യമാണ്. ആ സത്യ ദൈവം ഇന്നും ജീവിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്താണ്. ഈ വചനം സത്യമാണെങ്കിൽ അവന്റെ വചനം നമ്മളോട് എന്ത് ചെയ്യും? സംസാരിക്കും.
ഈ വചനം നാം എങ്ങനെ സംസാരിക്കും? നമ്മൾ ഒവ്വൊരു നാളും അതിൻ്റെ ഇരുന്ന് സമയം ചെലവഴിക്കും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അത്രയും സമയം ചെലവഴിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്, ആദ്യം 10 നിമിഷം ഇരുന്ന് ബൈബിൾ വായിക്കുക. പറയട്ടെ, നിങ്ങൾ തുടക്കം 10 നിമിഷം എന്നാൽ നിങ്ങൾ നാൾക്ക് നാൾ വചനത്തിൽ വളരുവാൻ ദൈവം സഹായിക്കും. അല്ലെങ്കിൽ വായിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല, നിങ്ങൾ ഓഡിയോ ബൈബിളെങ്കിലും കേൾക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാ ഭാഷയിലും ഈ ഓഡിയോ ബൈബിൾ ഇപ്പോൾ ലഭ്യമാണ്. അത്രയ്ക്കുമാണ് അഡ്വാൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ വഴി നാം നടക്കണമെങ്കിൽ സത്യദൈവത്തെ നാം എന്ത് ചെയ്യണം? അധികമായി അറിയണം. അവന്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ നാം വചനം നമ്മൾ വായിക്കണം. അല്ലെങ്കിൽ ഓഡിയോ ബൈബിൾ, ദൈവത്തിന്റെ വചനങ്ങൾ നാം കേൾക്കണം. നാം അത് കേൾക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ കരം പിടിച്ച് അവൻ നടത്തും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്തോട്ട് നമ്മളെ കടത്തി വിടത്തില്ല. കർത്താവ് നമ്മളെ കരം പിടിച്ചെങ്കിൽ ചെവ്യുള്ള വഴിയിൽ നടത്തുവാൻ അവൻ മതിയായവനാണ്.